നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 4 വെള്ളി. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധുരയിൽ സംഘടിപ്പിച്ച ഫെഡറലിസമാണ് ഇന്ത്യയുടെ കരുത്ത് സെമിനാർ വേദിയിൽ മുഖ്യമന്ത്രിമാരായ എം.കെ. സ്റ്റാലിനും പിണറായി വിജയനും ഹസ്തദാനം ചെയ്യുന്നു. CPIM മധുര അർബൻ ജില്ലാ സെക്രട്ടറി എം. ഗണേശൻ, സംഘാടക സമിതി സെക്രട്ടറി സു. വെങ്കടേശൻ, പോളിറ്റ് ബ്യൂറോ അംഗവും കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട്, കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി MC സുധാകർ, CPIM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം എന്നിവർ സമീപം. സംസ്ഥാനങ്ങൾ സമാന്തരമല്ല. ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നത് സ്വേച്ഛാധിപത്യപരം. അധികാരം കേന്ദ്രീകരിക്കുകയും ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങൾ കുഴിച്ചുമൂടുകയും ചെയ്യുന്ന യൂണിയൻ സർക്കാരിന്റെ സമാന്തരമല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് കേരളവും തമിഴ്നാട്, കർണാടകയും പ്രഖ്യാപിച്ചു. ട്രംപിന്റെ പ്രതികാര ചുങ്കം. മോദി പ്രതികരിക്കണം. CPIM അന്യായ പ്രഖ്യാപനങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങളെല്ലാം പ്രതികരിച്ചു. വഖഫ് ബില്ലിനെതിരായ പോരാട്ടം തുടരും. സംഘപരിവാറിന്റെ തീവ്ര വർഗീയ നടപടികൾക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാനാണ് CPIM തീരുമാനം. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് കേന്ദ്രത്തിലെ BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെതിരായ പോരാട്ടം CPIM തുടരുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. ലോക്സഭയിൽ ബില്ല് പാസാക്കി. ഇപ്പോൾ രാജ്യസഭയിലും പാസാക്കുകയാണ്. പാർലമെന്റിൽ ബില്ലിനെതിരായ ശക്തമായ വിയോജിപ്പ് CPIM രേഖപ്പെടുത്തി. പാർലമെന്റിന് പുറത്ത് ബില്ലിനെതിരായ പ്രതിഷേധം തുടരുമെന്നും പാർട്ടി കോൺഗ്രസ് നടപടിക്രമങ്ങൾ വിശദീകരിക്കവേ ബൃന്ദ പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭ കടന്നു. എതിർപ്പുയർത്തി പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകൾക്കിടെ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കി. കോൺഗ്രസ് വെട്ടിൽ. വിപ്പ് ലംഘിച്ച് വിട്ടുനിന്ന് പ്രിയങ്ക, വാ തുറക്കാതെ രാഹുൽ. പാർലമെന്റിൽ രാഹുലും പ്രിയങ്കയും വഖഫ് ബില്ലിനെതിരെ സംസാരിച്ചാൽ അത് സംഘപരിവാർ ഉത്തരേന്ത്യയിൽ പ്രചാരണായുധമാക്കുമെന്ന് പേടി. മധ്യപ്രദേശിൽ മലയാളി ക്രൈസ്തവ പുരോഹിതരെ VHPക്കാർ തല്ലിച്ചതച്ചു. ആക്രമണം പോലീസുകാരുടെ മുന്നിൽ വെച്ച്. മധ്യപ്രദേശിൽ ജബൽപൂരിൽ ക്രൈസ്തവരെ ആക്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ആക്രമണത്തിന് ഇരയായവർക്ക് എല്ലാ സഹായവും ചെയ്യാൻ മധ്യപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകണം. ആക്രമിക്കപ്പെട്ട വൈദികർക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു. 3 വട്ടം വിളിച്ചിട്ടും സുധാകർജിയെ കണ്ടില്ല. വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ രാഹുലും പ്രിയങ്കയും സ്വീകരിച്ച നിസ്സംഗ നിലപാട് തന്നെയാണ് KPCC പ്രസിഡന്റ് K. സുധാകരനും പിന്തുടർന്നത്. ബില്ലിന്റെ ചർച്ചാവേളയിൽ സഭ നിയന്ത്രിച്ചിരുന്ന ദിലീപ് സൈക്കിയ സുധാകരന്റെ പേര് 3 വട്ടം വിളിച്ചു. സഭയിൽ ആളില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ചർച്ചയ്ക്കായി CPIM ലോക്സഭാ കക്ഷി നേതാവ് K. രാധാകൃഷ്ണനെ ക്ഷണിക്കുകയായിരുന്നു. ഹിമാചൽ കണ്ണീർച്ചാലി. സഞ്ജയ് ചൗഹാൻ CPIM ഹിമാചൽ സംസ്ഥാന സെക്രട്ടറി. ഹിമാചലിലെ ആപ്പിൾ കർഷകരുടെ സമരത്തിൽ നിന്ന്. സേവന മേഖലയിലെ 75% പേരും കരാർ ജീവനക്കാരാണ്. 6000 മുതൽ 8000 രൂപ വരെ മാത്രമാണ് ഇവരുടെ മാസവേതനം. സ്ഥിരം ജീവനക്കാരുടെ DA ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. കൃഷി തകർച്ച, തൊഴിലില്ലായ്മ, പൊതുസേവന മേഖലയിലെ കരാർവൽക്കരണം, കേന്ദ്രം തുടരുന്ന അവഗണന തുടങ്ങിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് CPIM ശക്തമായ പ്രക്ഷോഭത്തിലാണ്. മുന്നറിയിപ്പാണ് മണിപ്പൂർ. മണിപ്പൂരിന്റെ ദുരിതം ഇന്ത്യയുടെ ദുരിതമാണ്.
രാജ്യത്തിനാകെ പാഠമാണ് മണിപ്പൂർ. കലയുടെയും സംസ്കാരത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കേന്ദ്രമായിരുന്നു ഞങ്ങളുടെ സംസ്ഥാനം. ഇന്ന് പട്ടിണി കിടക്കുന്ന ജനങ്ങൾ അന്നന്നത്തെ ആഹാരം കിട്ടുമോ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. നൃത്തവും സംഗീതവുമൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോയി. 2 വർഷമായി 10,000 ക്യാമ്പുകളിലാണ്. കുട്ടികളുടെ പഠനം മുടങ്ങി. ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ വരുമാനം ഇടിഞ്ഞു. CPM മണിപ്പൂർ സംസ്ഥാന സെക്രട്ടറി ക്ഷത്രിമയും ശാന്ത ദേശാമനോട് പറഞ്ഞു. മണിപ്പൂർ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ സ്ത്രീയും കുഞ്ഞും അഭയകേന്ദ്രത്തിൽ. ചുവരെഴുത്ത് വായിക്കാനാകാത്ത കോൺഗ്രസ്. BJPയെ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ഭരണവിരുദ്ധ വികാരത്തിൽ കടപഴകുമെന്ന് സർക്കാർ തന്നെ ഭയന്ന ഘട്ടത്തിൽ പോലും ഹരിയാനയിൽ BJPയെ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പ്രേംചന്ദ് പറഞ്ഞു. പ്രതിനിധികളുടെ ഓമനയായി ഈവ. അഖിലേന്ത്യാ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഫെഡറേഷന്റെ ട്രഷറർ കൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ള പ്രതിനിധിയായ അഞ്ജു. പാർട്ടി കോൺഗ്രസ് വേദിയിൽ അഞ്ജു മെയ്നി മകൾ ഈവയുമായി. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്റ് PK ശ്രീമതിക്കും സെക്രട്ടറി മറിയം ധാവളയ്ക്കും ഒപ്പം LDF സർക്കാരിനെ സംരക്ഷിക്കണം. സമ്പൂർണ്ണ വളർച്ച ഉറപ്പുവരുത്തുന്ന പുനർവിതരണ നയത്തിൽ ഊന്നിയുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളുടെ ബദൽ വികസന നയങ്ങൾ. ഹിന്ദുത്വ വർഗീയതയെ ചെറുക്കുന്നതിന് ഊന്നൽ ബൃന്ദ ഖരാട്ട്. ആശമാരുടെ മിനിമം വേതനം തീരുമാനിക്കേണ്ടത് കേന്ദ്രം. ഫെഡറലിസം ഇല്ലെങ്കിൽ ജനാധിപത്യമില്ല പ്രകാശ് കാരാട്ട്. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫെഡറലിസമാണ് ഇന്ത്യയുടെ കരുത്ത് സെമിനാർ വേദിയിൽ മുഖ്യമന്ത്രിമാരായ MK സ്റ്റാലിൻ, പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗവും കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് എന്നിവർ. കേരളത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത KK രാഗേഷും M അനിൽകുമാറും. കേന്ദ്രം ഫെഡറലിസത്തിന്റെ അടിവേരർക്കുന്നു പിണറായി. ഭരണഘടനാപരമായി അനുവദിച്ചിട്ടുള്ള ഇനങ്ങളിൽ ചെലവഴിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചെന്നൈയിൽ മാർസിന്റെ പ്രതിമ. മധുര ചെങ്കുടിയിൽ ആഹ്ലാദിച്ച് സ്റ്റാലിൻ. തൂങ്കാന നഗരമെന്ന പുകഴ്പെറ്റ മധുര ഇന്ന് ചുവപ്പിന്റെ മഹാനഗരമാണ്. എങ്ങും എല്ലായിടത്തും ഇത്രയും ചുവപ്പ് കണ്ടതിൽ ഞാൻ സന്തോഷവാനാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ പതാകയുടെ പകുതിയും ചുവപ്പ് തന്നെ. പതാകയിൽ മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ പകുതിയാണ്. ദ്രാവിഡ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തമ്മിലുള്ള ആശയ സൗഹൃദത്തിന്റെ പ്രതീകമാണ് ഞാൻ ഈ സമ്മേളനത്തിൽ വരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വാക്കുകൾ സദസ്സ് കൈയടികളോടെ ഏറ്റുവാങ്ങി. BJP വർഗീയ ആക്രമണങ്ങളെ ചെറുക്കുക. വിദ്വേഷ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി RSSും BJPയും നടത്തുന്ന വർഗീയ ആക്രമണ പരമ്പരയെ ചെറുക്കാൻ CPIM 24-ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിൽ ആഹ്വാനം ചെയ്തു. ഔദാര്യമല്ല വേണ്ടത്, അവകാശം. കർണാടക മന്ത്രി MC സുധാകർ. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായ നീതി ഉറപ്പാക്കണമെന്ന് കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ MC സുധാകർ പറഞ്ഞു. ധനക്കമ്മീഷൻ ശുപാർശകൾ മാനിക്കാൻ മോദി സർക്കാർ തയ്യാറാകണം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ഔദാര്യം വേണ്ട, നിയമപരമായ അവകാശങ്ങൾ ലഭിച്ചാൽ മതി. ദേശാഭിമാനി എഡിറ്റോറിയൽ. വഖഫ് വർഗീയ അജണ്ട തിരിച്ചറിയണം. ഇന്ത്യൻ ജനതയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചു നിർത്തി അധികാരം ശാശ്വതമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വവാദികളുടെ വേദപുസ്തകമാണ് RSSന്റെ 2ാം സർസംഘ് ചാലക് ഗോൾവർക്കറുടെ വിചാരധാര. അതിൽ ഇന്ത്യൻ ജനതയിൽ 15% വരുന്ന മുസ്ലിങ്ങളെയും ജനസംഖ്യയിൽ 3ാമത് ക്രൈസ്തവരെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ത്യാഗോജനമായി പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റുകാരെയും പൗരാവകാശങ്ങൾക്ക് പോലും അവകാശം പാടില്ലാത്ത ആഭ്യന്തര ഭീഷണികളായാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസ് ദിലീപ് 1.5 കോടി രൂപ വാഗ്ദാനം ചെയ്തു പൾസർ സുനി. ദൃശ്യം പകർത്തിയ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെന്ന് പൾസർ സുനി. നടിയെ ബലാത്സംഗം ചെയ്യാൻ 1.5 കോടി രൂപ ദിലീപ് വാഗ്ദാനം ചെയ്തതായി കേസിലെ 1ാം പ്രതി പൾസർ സുനി. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കൈവശമുണ്ടെന്നും അത് എവിടെയാണെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും സ്വകാര്യ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ സുനി പറഞ്ഞു.
NDA നേതൃയോഗം ബഹിഷ്കരിച്ച് സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായ ശേഷം വിളിച്ച NDAയുടെ ആദ്യ സംസ്ഥാന നേതൃയോഗം ബഹിഷ്കരിച്ച് മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ലഹരി വ്യാപനത്തിനെതിരെയുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്ത് പോയതിനാലാണ് സുരേന്ദ്രൻ എത്താതിരുന്നതെന്നാണ് യോഗശേഷം BJP നേതാവ് V. മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തൃണമൂൽ സർക്കാരിന് പ്രഹരം. പശ്ചിമബംഗാളിൽ 1,000,000 നിയമനം റദ്ദാക്കി സുപ്രീം കോടതി. ട്രേഡ് യൂണിയനുകളുടെ നിർദ്ദേശം അംഗീകരിച്ചു. ആശമാരുടെ തൊഴിൽ പ്രശ്നം പഠിക്കാൻ ഉന്നതതല സമിതി. 3 മാസത്തിനകം സമിതി സർക്കാർ. ചെന്നൈയിൽ മാർസിന്റെ പ്രതിമ സ്ഥാപിക്കും MK സ്റ്റാലിൻ. കാൾ മാർസിന്റെ പ്രതിമ ചെന്നൈയിൽ സ്ഥാപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. നിയമസഭയിലായിരുന്നു സ്റ്റാലിന്റെ പ്രഖ്യാപനം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കിൻ എന്ന് ആഹ്വാനം ചെയ്ത വിപ്ലവകാരി മഹാനായ നേതാവുമായ കാൾ മാർസിന് ആദരമർപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. 1931 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പെരിയാർ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. സ്വത്തുവിവരം പരസ്യപ്പെടുത്താൻ സുപ്രീം കോടതി ജഡ്ജിമാർ. SFIO കുറ്റപത്രം തിടുക്കത്തിലുള്ള രാഷ്ട്രീയ നീക്കം. CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം സ്റ്റേ ചെയ്യാൻ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ കൊച്ചിയിലെ സാമ്പത്തിക കാര്യ കോടതിയിൽ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹത. ആദായ നികുതി നിയമം അനുസരിച്ച് ഒരിക്കൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ പിന്നീട് പ്രോസിക്യൂഷൻ പാടില്ല. എന്നാൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം ഈ കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് വ്യക്തം. ഭൂമി തരം മാറ്റാനെന്ന പേരിൽ 7.5 ലക്ഷം തട്ടി കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. കുമ്പളത്തുള്ള ഡോക്ടർ MA മുഹമ്മദാണ് പരാതിക്കാരൻ. ക്രൈസ്തവരുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരെ മലയാളി തിരിച്ചറിയും. രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജോൺ ബ്രിട്ടാസ്. BJPയുടെ ഇരട്ടത്താപ്പ് രാജ്യസഭയിൽ തുറന്നുകാട്ടി ബ്രിട്ടാസ്. വഖഫ് ഭേദഗതി ബിൽ മതനിരപേക്ഷ നിലപാട് ഉയർത്തി CPIM. രാഹുൽ കാഴ്ചക്കാരനാവുകയും പ്രിയങ്ക വിട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ സഭയിൽ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിയ CPIM MPമാർ. ഇനി നിയമയുദ്ധം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ബന്ധപ്പെട്ട കക്ഷികളുടെ തീരുമാനം. DMK സുപ്രീം കോടതിയിലേക്ക്. മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ DMK സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ MK സ്റ്റാലിൻ നിയമസഭയിൽ പറഞ്ഞു. വേഗം വാ, വഖഫിൽ ചർച്ച കഴിയാറായി. ഈദ് മുബാറക്. കോൺഗ്രസിന്റെ അരമനസ് വെട്ടിലായി ലീഗ്. നിയമപരമായി നേരിടും സമസ്ത. മുനമ്പത്തുകാരെ പറ്റിക്കാൻ കേന്ദ്രം. ലക്ഷ്യം മുതലെടുപ്പ്. പ്രയാസങ്ങളുണ്ടാകാതെ മുനമ്പം പ്രശ്നം പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ പലവട്ടം മുനമ്പം ആവർത്തിച്ച BJP നേതാക്കൾ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് മതപരമായ ഭിന്നത മാത്രം. ലോക്സഭയിൽ പാസാക്കിയ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ വെച്ച് മുനമ്പം പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് നിയമ വിദഗ്ധർ പറയുന്നു. വഖഫ് ഭേദഗതി ചർച്ചയിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. പ്രിയങ്കയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നു. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ നിന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നതിൽ മണ്ഡലത്തിൽ പ്രതിഷേധമുയരുന്നു. പ്രിയങ്കയെ വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മുസ്ലിം ലീഗും കടുത്ത അതൃപ്തിയിലാണ്. രാഹുൽ പ്രിയങ്ക ഒളിച്ചോട്ടം കോൺഗ്രസ് വിശദീകരിക്കണമെന്ന് INN. വഖഫ് ബിൽ മുനമ്പത്ത് പരിഹാരമല്ല VD സതീശൻ. കോൺഗ്രസിൻ്റേത് നിരുത്തരവാദിത്വം നാഷണൽ ലീഗ്. ബിൽ വഖഫ് സ്വത്ത് തട്ടിയെടുക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആശമാരെ പെരുവിലാക്കി SUCI. പിടിവാശി വിടാതെ സമരവുമായി ചിലർ. 4 ട്രേഡ് യൂണിയനുകൾക്കും ഒരേ നിലപാട്. SUCI നേതാക്കൾക്കിടയിലും അഭിപ്രായ വ്യത്യാസം പ്രകടം.
കേരളാവുക്ക് இந்த വഴക്കറിஞരുടെ സല്യൂട്ട്. ദുരിതകാലത്തോട് പോരാടി നിയമബിരുദം നേടിയ അഭിഭാഷകൻ ജി രാജേഷ് പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന കവാടത്തിൽ ചുമതലയുള്ള ചുവപ്പ് സേനാംഗം. നിയമബിരുദം നേടിയത് കേരളത്തിൽ നിന്ന്. ജി രാജേഷ്. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ തന്റെ കേസുകൾ അവധിക്ക് വെച്ച് വഴക്കറിഞ്ഞാർ അഭിഭാഷകൻ ജി രാജേഷ് പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന കവാടത്തിൽ കാവലാണ്. സോഷ്യലിസമാണ് ബദൽ, ഓർമ്മയ്ക്ക് പേരാണ് സീത. ഒരിക്കൽ കൂടി യെച്ചൂരി അവരിലേക്ക് ഇറങ്ങി വന്നു. കാറിൽ നിന്നിറങ്ങി വരുന്ന പ്രിയ നേതാവിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു, ഹർഷാരവം മുഴക്കി. ബുധൻ രാത്രി ഏറെ വൈകിയെങ്കിലും സീത സോഷ്യലിസം ഈസ് ദി ആൾട്ടർനേറ്റീവ് ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനത്തിന് മധുര തമുക്ക മൈതാനത്തിലെ ജനകീയമ്പാൾ സ്മാരക വേദിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു.